കണ്ടല്ലോ, ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിന് ഭംഗി കൂട്ടാൻ വേണ്ടി പണിയുന്നതാണ് ഈ വെർട്ടിക്കൽ പർഗോള എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം. അത് എങ്ങനെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഈ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് വെറുതെ തുളച്ച് ഇവിടെ വെറും കൊളാക്കാനായിട്ട് ഇവനെന്താ വട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയായിരുന്നു നമ്മളിപ്പോൾ കണ്ട ആ വീട്ടിലും. ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്, പർഗോളയൊന്നും കെട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഒരു കെട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ കെട്ട് കമ്പി തിരിച്ച് വലിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ വയറും സ്വാഭാവികമായിട്ടും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഫാൻറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫസൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ്. എന്താണെന്ന് നമുക്ക് നേരെ വീഡിയോയിൽ പോയി കണ്ടിട്ട് തന്നെ തിരിച്ചു വരാം. അതെന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രം അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയാലോ, ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം, നല്ലപോലെ സപ്പോർട്ട് ചെയ്തേക്കണം, കട്ട സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം, കാണാം. ഇതാണ് വെർട്ടിക്കൽ പർഗോള. കണ്ടല്ലോ, ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിന് ഭംഗി കൂട്ടാൻ വേണ്ടി പണിയുന്നതാണ് ഈ വെർട്ടിക്കൽ പർഗോള എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം. അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം? നോക്കിക്കേ, ഒരു വയറും ഇല്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് നമുക്ക് തുളച്ച് നോക്കാം, എങ്ങനെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഈ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് വെറുതെ തുളച്ച് ഇവിടെ വെറും കൊളാക്കാനായിട്ട് ഇവനെന്താ വട്ടുണ്ടോ? വട്ടൊന്നുമല്ല കേട്ടോ, നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഇത് അതിന് ചെറിയ ബിറ്റിട്ട് തുളച്ച് അതിന് ശേഷം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ വലിയ ബിറ്റിട്ട് തുളക്കുമ്പോൾ കാണാമല്ലോ ഒരു പൈപ്പ് ഉണ്ടാകത്ത്. ഈ പൈപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നോക്കാം. അപ്പോൾ ഈ വീടല്ല കേട്ടോ, ഈ വീട്ടിൽ ഓൾറെഡി കഴിഞ്ഞു പോയപ്പോൾ വേറൊരു വീട്ടിൽ ഇപ്പം ഈ ഒരു അവസ്ഥയായിരുന്നു നമ്മളിപ്പോൾ കണ്ട ആ വീട്ടിലും. ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്, പർഗോളയൊന്നും കെട്ടിയിട്ടില്ല. ഇങ്ങനെ കെട്ടുന്നതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആ പർഗോളയല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇൻറ്റീരിയർ വർക്കിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഈ ഓപ്പൺ സ്പേസിലാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പർഗോളയുടെ സെൻറ്ററിൽ പർഗോളയാണ് കെട്ടിരിക്കുന്നത്, നമുക്ക് സെൻറ്ററിൽ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് കൺസീൽഡായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൽ ആ ഒരു സംഭവം പറ്റത്തില്ല, ഓപ്പണായിട്ട് മാത്രമേ കഴിയത്തുള്ളൂ. കണ്ടല്ലോ, ഇടയ്ക്കൊരു കമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് പൈപ്പ് സെൻറ്ററിലൂടെ ഇങ്ങനെ നേരെ ഓടിച്ചു വിട്ടാൽ മതി. ഓടിച്ചു വിടുമ്പോഴത്തേക്ക് പൈപ്പ് സെൻറ്റർ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഹോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൈപ്പ് കിട്ടിയില്ല എന്ന് വരും. അതോടൊപ്പം തന്നെ ഈ പൈപ്പ് സെൻറ്ററാക്കി ആണി അപ്പുറം ഇപ്പുറം കൂടി അടിച്ചേക്കണം, ഇല്ലെങ്കിൽ വാർക്കുന്ന സമയത്ത് ഈ ചിലപ്പോൾ പൈപ്പ് തെന്നി മാറാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളുടെ ആണി അടിക്കുന്നത്. കണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളുടെ ആ പഴയ വീട്ടിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് അവിടെ കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. കെട്ടുകമ്പി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോളൂ എന്തിനാണെന്ന്. കെട്ടുകമ്പി സുലഭമായിട്ട് ഏതൊരു വീട് പണിയുന്ന വീട്ടിലും തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതൊക്കെ ഉള്ളൂ. അതാ ഇങ്ങനെ ഹോളിലേക്ക് വെക്കുക. ഹോളിലേക്ക് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? എന്താ പുള്ളർ കണ്ടോ, പുള്ളർ ഇതേപോലെ കയറ്റുമ്പോഴത്തേക്ക് കെട്ടുകമ്പി കയറി ഉടക്കും. അതുപോലെ തന്നെ കെട്ടുകമ്പി തിരിച്ച് വലിക്കുമ്പോൾ പുള്ളറും കൂട്ടത്തിൽ പോരും. ഇതുപോലെ തന്നെ എല്ലാ ഹോളിലും ഈ കെട്ടുകമ്പി വെക്കണം. എന്നിട്ട് ഈ കെട്ടുകമ്പിയുടെ ഉള്ളിലൂടെ വേണം ഈ പുള്ളറെല്ലാം കടന്നു പോരാനായിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലതാ, ഇതേപോലെ വയറ് നമ്മൾ എന്നിട്ട് തിരിച്ച് വലിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ കെട്ടുകമ്പിയുടെ ഉള്ളിലൂടെ തന്നെ ഈ വയറ് കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? വേറെ കുഴപ്പമൊന്നും പറ്റത്തില്ല. ഈ കെട്ടുകമ്പി ഇത് വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ കെട്ടുകമ്പി തിരിച്ച് വലിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ വയറും സ്വാഭാവികമായിട്ട് പോരും. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയുക. ഒപ്പം ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. അതല്ല നിങ്ങളുടെ ഇതിൽ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും, നമുക്കത് ഉപകാരപ്രദമാവും. നമുക്ക് അതേപോലെയൊക്കെ ചെയ്യാൻ കഴിയും. അതിനുശേഷം ഇനി ഇതൊക്കെ ഇത്രയും ചെയ്തല്ലോ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വയറ് വലി കഴിഞ്ഞ് ഇനി വരേണ്ടത് എപ്പോഴാണ്? ഇനി പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുമ്പോഴത്തേക്കാണ് നമുക്കിനി അടുത്ത സെക്ഷൻ, അതായത് ലൈറ്റും പിടിപ്പിക്കലൊക്കെ വരേണ്ടത്. അപ്പോൾ പുട്ടി വർക്കൊക്കെ കഴിഞ്ഞു, ഇൻറ്റീരിയർ വർക്കൊക്കെ തുടങ്ങി. ഇൻറ്റീരിയർ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ. ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈറ്റ് പിടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് പിടിപ്പിച്ചതിന് ശേഷം ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രിപ്പർ എടുത്ത് വയർ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്റ് അതിലേക്ക് പിരിച്ച് വെച്ച് നല്ലപോലെ തന്നെ ടേപ്പ് ചെയ്യുക. ടേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, തമ്മി മുട്ടുവാണെങ്കിൽ നമ്മുടെ LCB നിൽക്കത്തില്ല, ഡൗൺ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അതിനുശേഷം നമ്മൾ ആ ഹോളിലേക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾ ചെയ്യുക. ഏത് ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിരിക്കുകയാണ്? നമ്മുടെ കുഞ്ഞൻ ഡ്രില്ലിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ, റീചാർജബിൾ. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അങ്ങനെ സ്മൂത്തായിട്ട് ഇതുകൊണ്ട് അടിപൊളിയായിട്ട് ഹോൾ ചെയ്ത് ഗ്രിപ്പ് അടിച്ച് നമ്മൾ ഇത് അതേലേക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും പരിപാടി കൊണ്ടതാ നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യൽ സിമ്പിളായിട്ട് തീർന്നിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.
ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തത്തുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് അടിപൊളി ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ.